കാരുണ്യാമൃതവാരിധിം കരളസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദം ഭോജംബരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 10-ാം സർഗം വിഭീഷണൻ രാവണനെ ഹിതമുപദേശിക്കുന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ തലേ ദിവസത്തെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആ വിഭീഷണൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ധർമ്മവും അർത്ഥവും ആണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിശ്ചയിച്ചിട്ട് ആ രാക്ഷസ രാജാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാണ്. ആ ഭവനത്തിനെ വർണ്ണിക്കുകയാണ്. പർവ്വതത്തിൻ്റെ കൊട്ടുമുട്ടികൾക്ക് തുല്യമായ ഉയർന്ന വൻ കെട്ടുകളാണ് അവിടെ ഉള്ളത്. ഭൂമിയിൽ ജനങ്ങൾ പാർക്കുന്ന ബുദ്ധിമാന്മാരായ പരിചാരകന്മാർ സേവിക്കുന്നത്, ആപ്തന്മാരും സമർത്ഥരുമായ രാക്ഷസന്മാർ എപ്പോഴും അതിനെ രക്ഷിക്കുന്നു. മതയാനികളുടെ നെടുവീർപ്പ് കൊണ്ട് അവിടെ കാറ്റടിക്കുന്നുണ്ട്, ശംഖനാദം മുഴങ്ങുന്നുണ്ട്, ആ വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങുന്നുണ്ട്. സുന്ദരികളായ സ്ത്രീകൾ അവിടെ പരസ്പരം സല്ലാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. രാജപാതകളൊക്കെ അങ്ങനെ ഉള്ളവയാണ്. തങ്കം കൊണ്ട് നിർമ്മിച്ച ചാരുപടികളാണ് അവിടെയുള്ള ഗൃഹങ്ങൾക്കൊക്കെ ഉള്ളത്. ഉത്തമങ്ങളായ ആഭരണങ്ങളൊക്കെ ധരിച്ച് ഗന്ധർവ മന്ദിരം പോലെയോ അല്ലെങ്കിൽ മരുത്തുകളുടെ മന്ദിരം പോലെയോ ഒക്കെ വിലസുന്ന രത്നസഞ്ചയത്തിൻ്റെ സമ്പത്തുള്ള സ്ഥലമാണത്. ഇങ്ങനെയുള്ള ആ ജ്യേഷ്ഠൻ്റെ മന്ദിരത്തിലേക്ക് മഹാനായ ആ വിഭീഷണൻ കടന്നു ചെന്നു എന്ന് പറയുകയാണ്. അത് ഏതുപോലെയാണെന്ന് പറയുന്നു. എപ്രകാരമാണോ സൂര്യൻ ആ കാർമികക്കൂട്ടത്തിനെ മുറിച്ചുകൊണ്ട് കടന്നു വരുന്നത് അതുപോലെ ആണ് എന്ന് പറയുന്നു. ഇനി അവിടെ ഒരു കണ്ട കാഴ്ചകളെ പറ്റി പറയാണ്. അവിടെ വേദജ്ഞന്മാരായ ആളുകൾ, ബ്രാഹ്മണന്മാരൊക്കെ ആ ജ്യേഷ്ഠനെ വിജയം ആശംസിക്കുന്നത് കണ്ടു. അവിടെ പുണ്യാഹ കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടു, പഞ്ചഗവ്യം ചെയ്യുന്നത് കണ്ടു. തൈര്, നെയ്യ്, പൂവ്, അക്ഷരം ഇവ കൊണ്ടൊക്കെ ദേവന്മാരെ ദേവതകളെ പൂജിക്കുന്ന ആ ബ്രാഹ്മണരെയും അവിടെ കണ്ടു എന്ന് പറയാണ്. രാക്ഷസന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും സ്വന്തം തേജസ് കൊണ്ട് തിളങ്ങുന്നവനുമായ ആ മഹാരാജാവ് ഒരു സിംഹാസനത്തിലിരുന്ന് ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിനെ, ഈ ജ്യേഷ്ഠനെ അദ്ദേഹം നമസ്കരിച്ചു. രാജാവ് കണ്ണുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ട് അടുത്ത് തന്നെയുള്ള മറ്റൊരു പീഠത്തിൽ ആ വിഭീഷണനും ഉപചാരം ചെയ്തുകൊണ്ട് ഇരുന്നു എന്ന് പറയാണ്. എന്നിട്ട് മഹാത്മാവായ രാവണനോട് മന്ത്രിമാർ മാത്രമുള്ള ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഇങ്ങനെ ചതുരുപായങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സാന്ത്വനം എന്നുള്ള ഉപായത്തോടു കൂടി അദ്ദേഹത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ ആരംഭിച്ചു എന്ന് പറയുന്നത്. അല്ലേ ജ്യേഷ്ഠ, ആ സീത ഇവിടെ വന്നത് മുതൽ നമുക്ക് ഒട്ടും ശുഭകരമായ ലക്ഷണങ്ങളല്ല കാണുന്നത്. മന്ത്രം ചൊല്ലി ജ്വലിപ്പിച്ചാലും അഗ്നി വേണ്ടത്ര കത്തുന്നില്ല. പൊരിയായി പുകയൊക്കെ ആയിട്ട് ആണ് അവിടെ ഇങ്ങനെ ഇരിഞ്ഞു വരുന്നത്. അഗ്നിശാല, മടപ്പള്ളി, വേദശാല എന്നിടങ്ങളിലൊക്കെ ഇഴജന്തുക്കളെ കാണാനുണ്ട്. ഹവിസ്സൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിൽ ഉറുമ്പുകളും ഒക്കെ വന്ന് വീഴുന്നതായി കാണുന്നു. പശുക്കളിലൊക്കെ പാലാണെങ്കിൽ വെട്ടിപ്പോയി. കുമ്പനാനകൾക്ക് പോലും ഇപ്പം മതപ്പാടുകൾ കാണാനില്ല. തീറ്റ തിന്ന് തൃപ്തി പൂണ്ടാലും കുതിരകൾ എപ്പോഴും ദീനമായി ചെനച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കഴുതകളും ഒട്ടകങ്ങളും കോവർ കഴുതകളും രോമം കൊഴിഞ്ഞ് കീഴുന്നു. യഥാവിധി ചികിത്സ ചെയ്തിട്ടും അവ സ്വസ്ഥതയെ പ്രാപിക്കുന്നില്ല. കാക്കകൾ ക്രൂരതയോടെ ചുറ്റും കൂട്ടമിട്ട് ചിലയ്ക്കുന്നു. മാളികളുടെ മുകളിലൊക്കെ ഇരുന്നാണ് അവ അങ്ങനെ ചെയ്യുന്നത്. കഴുകന്മാർ പട്ടണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൂട്ടമായി പറന്നുകൊണ്ടിരിക്കുന്നു. 2 സന്ധ്യകളിലും കുറുക്കന്മാരുടെ ഒരിയിടലാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കോട്ടവാതിലുകളിൻ്റെ മുന്നിൽ മാംസഭുക്കുകളായ മൃഗങ്ങളുടെ കൂട്ടം ചേർന്നുള്ള അലർച്ച ഇടിമുഴക്കം പോലെ കേൾക്കുന്നു. ഇതൊക്കെ ദുസ്സൂചനകളാണ്. ഇതൊക്കെ വരാൻ പോകുന്ന വലിയ ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് അങ്ങ് ആ സീതയെ രാമന് വിട്ടുകൊടുക്കുക. മോഹം കൊണ്ടോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല ഞാനിങ്ങനെ പറയുന്നത്. രാക്ഷസന്മാർക്കും രാക്ഷസികൾക്കും ഈ പുരത്തിനും അന്തഃപുരത്തിനും എല്ലാവർക്കും അങ്ങ് ചെയ്ത ഈ തെറ്റിൻ്റെ ദോഷം ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് അങ്ങയുടെ മന്ത്രിമാരെല്ലാവരും
ഇക്കാര്യത്തിൽ അങ്ങേക്ക് വേണ്ട ഉപദേശം തരേണ്ടവരായിരുന്നു, പക്ഷേ അവരത് ചെയ്ത് കാണുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അതുകൊണ്ട് അങ്ങ് ഈ അന്യായമായ കാര്യം ഉപേക്ഷിച്ച് എൻ്റെ നിർദ്ദേശം കേട്ടുകൊണ്ട് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇങ്ങനെ മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് രാക്ഷസശ്രേഷ്ഠനായ ജ്യേഷ്ഠൻ രാവണനോട് ആ അനുജൻ വിഭീഷണൻ പഥ്യമായ ഇക്കാര്യം അറിയിച്ചു എന്ന് പറയണം. ഹിതവും അർത്ഥയുക്തവും മൃദുവും യുക്തിയുക്തവും കാലത്രയത്തിലും പഥ്യമായിട്ടുള്ളതും ഒക്കെയായ ആ വാക്ക് കേട്ടിട്ട് രാവണൻ കുപിതനാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാശി വർദ്ധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഏത് ഭാഗത്തു നിന്നും ഒരു ഭയവും എനിക്ക് തോന്നുന്നില്ല. രാമന് സീതയെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടങ്ങുന്ന വലിയ സൈന്യം വന്നാൽ പോലും എൻ്റെ മുന്നിൽ നിൽക്കാൻ ആ രാമന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. സുരസൈന്യനാശകനും രണചണ്ഡ വിക്രമനും മഹാബലനുമായ രാവണൻ ഇങ്ങനെ പറഞ്ഞ് ഹിതമുപദേശിച്ച അനുജൻ വിഭീഷണനെ അവിടെ നിന്ന് ഇറക്കി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.